ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇറങ്ങുന്ന ലോകേഷിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ട് രജനീകാന്ത് നായകനെത്തിയ കൂലി തിയേറ്ററുകളിലേക്ക് എത്തിയത്. കൂലിയുടെ റിലീസിന് മുന്നേ വരെ ലോകേഷിന്റെ അടുത്ത ലൈനപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായത് ലോകേഷ് നായകനെ എത്തുന്ന സിനിമ ശേഷം കൈദി 2 എന്ന സിനിമയുടെ ഷൂട്ട്, അതിനുശേഷം അടുത്ത വർഷത്തോടെ ആമിർ ഖാൻ നായകനെ എത്തുന്ന സിനിമ എന്നായിരുന്നുവെങ്കിൽ ഇന്നിപ്പോഴതെല്ലാം മാറിമറിഞ്ഞിരിക്കുകയാണ്. കൂലിക്ക് ശേഷം ലോകേഷ് കനകരാജ് പ്ലാൻസ് എല്ലാം തന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കൂലിയുടെ ഇപ്പോൾ വന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ കണ്ടു ആണ് എന്നറിയില്ല. എന്തായാലും കൈദി 2 അല്ല ലോകേഷിന്റെ അടുത്ത സംവിധാന സംരംഭം, മറിച്ച് രജനീകാന്ത് കൂടി ഭാഗമാകുന്ന കമലഹാസനെയും രജനീകാന്തിനെയും ചേർത്തുകൊണ്ട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയായിരിക്കും ലോകേഷിന്റെ അടുത്ത സിനിമ എന്നൊരു റിപ്പോർട്ടാണ് നിലവിൽ വന്നിരിക്കുന്നത്. കോവിഡിന് മുമ്പേ എല്ലാം തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ലോകേഷ് മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആ പ്രോജക്റ്റാണ് ഇപ്പോൾ നടക്കാനായിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പുറത്തുവരുന്ന വിവരം. ഈ മാസം തന്നെ ഈ പ്രോജക്റ്റിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇതോടെ കൂലിക്ക് ശേഷം കൈദി 2 ലോകേഷ് വലിയൊരു കംബാക്ക് അടിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കാണികളെല്ലാം തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ലോകേഷിന്റെ ഇപ്പോഴത്തെ തീരുമാനത്തോട് രണ്ട് അഭിപ്രായങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഒന്ന്, രജനീകാന്തിനെയും കമലഹാസനെയും ഒരുമിച്ച് സ്ക്രീനിൽ കൊണ്ടുവരുന്നതിനോട് ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട്. എന്നാൽ കൈദി 2 എന്ന കാർത്തിക് നായകനെ എത്തുന്ന സിനിമ വൈകുന്നതിനോട് പലർക്കും എതിർപ്പുണ്ട് എന്നറിയാനായിട്ട് കഴിയുന്നു. കൈദി 2 എന്ന സിനിമ വൈകുന്നതോടെ റോളക്സിനെ വീണ്ടും സ്ക്രീനിൽ കാണാനായിട്ട് വൈകുന്നു. അതോടൊപ്പം തന്നെ LCUവിന്റെ പീക്ക് സിനിമ എന്നൊക്കെ ഒരുപാട് പേർ കരുതുന്ന സിനിമ കൂടിയാണ് കൈദി 2. ആ കൈദി 2 വൈകുന്നതിൽ പലർക്കും നിരാശ ഉണ്ടെന്നാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ കമന്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനിടയിൽ കൈദി 2 ഇപ്പോൾ വൈകാനുള്ള കാരണം ലോകേഷ് കനകരാജും ഒപ്പം തന്നെ പ്രൊഡക്ഷൻ ഹൗസും തമ്മിലുള്ള ഇഷ്യൂസ് ആണ് എന്ന റൂമേഴ്സും പ്രചരിക്കുന്നുണ്ട്. അതിന്റെ കാരണം കൂലിക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു വൻ പ്രതിഫലം, കാർത്തിയേക്കാൾ കൂടുതൽ പ്രതിഫലം കൈദി 2 സംവിധാനം ചെയ്യാനായിട്ട് ലോകേഷ് ആവശ്യപ്പെടുന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ തമിഴിലെ പ്രമുഖ പേജസ് എല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം തന്നെ പൂർണ്ണ വ്യക്തത ലോകേഷ് തന്നെയാണ് നൽകേണ്ടത്. കൂലിക്ക് ശേഷമുള്ള ലോകേഷിന്റെ അഭിമുഖം കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ കൈദി 2 എന്ന സിനിമ വൈകുന്നതിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.